എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ നടുവത്തൂർ തെരു, ആച്ചേരി തെരു, നടുവണ്ണൂർ തെരു എന്നിവിടങ്ങളിൽ വിഷു ദിവസം നടന്ന ചപ്പകെട്ട് വീഡിയോയും അതിൻ്റെ ഐതിഹ്യവുമാണ് ഇതിലുള്ളത്. ഉത്തര കേരളത്തിലെ പത്മശാലിയ സമുദായത്തിൽപ്പെട്ടവർ വിഷു ദിവസം നടത്തുന്ന അനുഷ്ഠാനപരമായ ഒരാഘോഷമാണ് ചപ്പകെട്ട്. യോഗി പുറപ്പാട്, ചോയിക്കെട്ട്, പണ്ടാട്ടി വരവ് എന്നൊക്കെ ഇതിന് പറയും. പരമശിവൻ, പാർവതി ദേവി, സഹായി എന്നിവരുടെ വേഷങ്ങളാണ് ഇതിലുണ്ടാവാറുള്ളത്. ശാലിയ സമുദായക്കാരുടെ വീടുകളിൽ ക്ഷേമം അന്വേഷിക്കാനായി ശിവപാർവതിമാർ വേഷം മാറി എത്തുന്നു എന്നതാണ് ഇതിൻ്റെ സങ്കല്പം. ഉണങ്ങിയ വാഴയിലകൾ ദേഹത്ത് വെച്ച് കെട്ടിയാണ് ശിവനും പാർവതിയും എത്തുക. ഈ വാഴയില കൊണ്ട് തന്നെ കിരീടമുണ്ടാക്കി തലയിൽ അണിയുകയും മുഖത്ത് ചകിരി കൊണ്ടുള്ള മീശ പതിക്കുകയും ചെയ്യുന്നു. വെള്ളരിക്ക വട്ടത്തിൽ മുറിച്ച് കാതിൽ ആഭരണമായി അണിയുന്നു. പടക്കങ്ങൾ പൊട്ടിച്ചും ആർപ്പ് വിളിച്ചും ആളുകൾ ഇവരുടെ കൂടെ ഉണ്ടാവും. വീടുകളിൽ എത്തുന്ന സംഘത്തെ നിലവിളക്ക് കത്തിച്ചും കണിവെള്ളരിക്ക, തേങ്ങ, നിറനാഴി എന്നിവ താലത്തിൽ വെച്ചും സ്വീകരിക്കുന്നു. വേഷങ്ങൾ അണിയുന്നത് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. ഉണങ്ങിയ വാഴയില കൊണ്ട് ദേഹത്തൊക്കെ വെച്ച് കെട്ടുന്നതാണ് ചപ്പ കെട്ടുക എന്ന് പറയുന്നത്. സങ്കല്പം എല്ലാം ഒന്നു തന്നെയാണെങ്കിലും പേരിലും വേഷത്തിലുമാണ് വ്യത്യാസമുള്ളത്. ഇതിന് പറയുന്നത് പണ്ടാട്ടി വരവ് എന്നാണ്. വീടുകളിൽ നിന്നും സ്വീകരിക്കുന്ന വസ്തുക്കൾ ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ശേഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അവരുടെ ക്ഷേത്രത്തിൽ നിന്നും വിഷു ദിവസം രാവിലെ അപ്പം ഓരോ വീടുകളിൽ കൊടുക്കും. അത് പാണ്ടാട്ടിക്ക് കൊടുക്കാനുള്ള അപ്പമാണ്. പാണ്ടാട്ടി വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടുകാർ ആ അപ്പം പാണ്ടാട്ടിക്ക് കൊടുക്കും. അതുപോലെ ഓരോ വീട്ടുകാരും ഓരോ തേങ്ങ അമ്പലത്തിൽ എത്തിക്കും. പാണ്ടാട്ടി വീടുകളിൽ നിന്നും കിട്ടിയ അപ്പം അമ്പലത്തിൽ തന്നെ എത്തിക്കും. പിന്നീട് അമ്പലത്തിൽ നിന്നും തേങ്ങ വെട്ടിയിട്ട് ഒരു മുറി തേങ്ങയും അതിനകത്ത് കുറച്ച് തേങ്ങാപ്പൂളും പിന്നെ ഈ കൊണ്ടേ കൊടുക്കുന്ന അപ്പവും കൂടെ പ്രസാദമായിട്ട് വീടുകളിൽ തന്നെ കൊടുക്കും. പരമശിവനും പാർവതി ദേവിയും യോഗിയും എന്ന സങ്കല്പത്തിൽ 3 പേരാണല്ലോ വേഷം കെട്ടുന്നത്. അതിൽ യോഗി ജനങ്ങൾക്ക് അസുഖങ്ങൾക്ക് മരുന്ന് കുറിച്ചു കൊടുക്കുകയും സ്വന്തമായ രീതിയിൽ പച്ചമരുന്ന് വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. സ്ഥലത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് പണ്ടാട്ടി വരവ് യാത്ര തിരിക്കുക. ഇവർ വീടുകളിൽ എത്തും മുൻപ് വീടുകളിൽ ചാണകം തെളിച്ച് വീടും പരിസരവും ശുദ്ധമാക്കും. പണ്ടാട്ടിയുടെ കയ്യിലുള്ള വടി കൊണ്ട് വീടുകളിലെ ജനൽ, വാതിൽ, ചുമർ എന്നിവയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കും. കോഴിക്കോട് ജില്ലയിലെ കൊന്നനാട് തെരുവ്, ബാലുശ്ശേരി തെരുവ്, പൂക്കാട് കണിക്കുളങ്ങര തെരുവ്, കൊയിലാണ്ടി തെരുവ്, മാരാമുറ്റം തെരുവ് എന്നിവിടങ്ങളിൽ വിഷു ദിവസം എല്ലാ വർഷവും ചപ്പകെട്ട് നടന്നുവരുന്നു. പണ്ട് കാലം മുതലേ നെയ്ത്ത് കുലത്തൊഴിലായി സ്വീകരിച്ച് തെരുവ് അടിസ്ഥാനത്തിൽ താമസിക്കുന്ന പത്മശാലിയ സമുദായത്തിൽ 2 വിഭാഗങ്ങളുണ്ട്: ഇടങ്കരും വലങ്കരും. ഇതിൽ വലങ്കരാണ് കുലദൈവമായി ഗണപതിയെ പൂജിക്കുന്നത്. എല്ലാ ശാലിയ തെരുവുകളിലും ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടാവും. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഭാഗത്താണ് ശാലിയ തെരുവുകൾ ഏറെയുള്ളത്. കാസർഗോഡ് ഭാഗത്ത് ശാലിയരെ ദേവാങ്കരെന്നാണ് വിളിക്കുന്നത്. ശാലിയ സമുദായക്കാർക്ക് നെയ്ത്ത് മാത്രമായിരുന്നില്ല, ഒരു കാലത്ത് തുണിക്കച്ചവടവും ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ചു ആളുകളെ ഈ സമുദായത്തിൽ നിന്നും തുണിക്കച്ചവട രംഗത്തുള്ളൂ. വിഷു ദിവസമുള്ള ഇവരുടെ ഈ ഒരു ആഘോഷത്തിന്റെ ഐതിഹ്യവും അതുപോലെ ഇവരുടെ താമസ സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി ഗണപതിയെ പൂജിക്കാൻ തുടങ്ങിയതിന്റെ ഐതിഹ്യവും ഇനി പറയാം. പണ്ട് ശാലിയർ ബ്രാഹ്മണരായിരുന്നു അത്രേ. പണ്ട് കാലത്ത് പാപനിവൃത്തിക്കായി ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുന്ന ഒരു ആചാരമുണ്ടായിരുന്നു. സദ്യക്ക് എത്ര വിഭവങ്ങൾ ഉണ്ടായാലും ഉണ്ണുന്ന ബ്രാഹ്മണർക്ക് ഒരു തൃപ്തിയും വരില്ല. പിരിഞ്ഞു പോകുമ്പോൾ അത് മോശമായിരുന്നു, ഇത് മോശമായിരുന്നു എന്ന അഭിപ്രായം പറയും. തൻ്റെ പാപം തീർന്നില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയുള്ളവരെ പറ്റിക്കണമെന്ന് ഒരു മഹാപാപി വിചാരിച്ചു. അങ്ങനെ ഒരു സദ്യയും ഏർപ്പെടുത്തി. ചെമ്മീൻ വറുത്തു പൊടിച്ചുണ്ടാക്കിയ പുതിയൊരു കറി കൂടി സദ്യക്ക് വിളമ്പി. സദ്യ കഴിഞ്ഞപ്പോൾ സദ്യ എങ്ങനെയുണ്ടെന്ന് ബ്രാഹ്മണരോട് അഭിപ്രായം ചോദിച്ചു. സദ്യ ബഹുകേമമായിരുന്നെന്ന് ബ്രാഹ്മണർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സദ്യ കൊടുത്ത ആൾ പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങൾ വാരിക്കോരി കുടിച്ചത് ചെമ്മീൻ കറിയാണെന്ന്. ഇത് കേട്ടതും പലരും ബോധം കെട്ടു വീണു. ചിലർക്ക് ഛർദി. ഇതിനി എന്താണ് നിവൃത്തിയുള്ളത്, നമ്മൾ അരുതാത്തത് ചെയ്തു പോയില്ലേ എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. മത്സ്യം വയറ്റിലാക്കിയ ബ്രാഹ്മണർക്ക് ജീവനൊടുക്കുക അല്ലാതെ വേറെ വഴിയില്ലെന്ന് അവർ ചിന്തിച്ചു.
48 ആളുകൾ ഉണ്ടായിരുന്നു അവർ. തീക്കുണ്ടമുണ്ടാക്കി അവർ ഓരോരുത്തരും അതിൽ ചാടാൻ തീരുമാനിച്ചു. 47 പേർ ചാടി. 48ാമത്തെ ആൾ ചാടാൻ നോക്കിയപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. 48ാമത്തെ ആളെ പരമശിവൻ പിടിച്ചു വെച്ചിട്ട് എന്താണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. നടന്ന കാര്യങ്ങൾ പരമശിവനോട് പറയും. ഇത്തരത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്നും തന്നെ മരിക്കാൻ സമ്മതിക്കണമെന്നും പറഞ്ഞു. അയാളെ മരിക്കാൻ മഹാദേവൻ സമ്മതിച്ചില്ല. കൂടാതെ മഹാദേവൻ ഒരു കറുകപ്പുല്ലെടുത്ത് ജപിച്ച് തീക്കുണ്ടത്തിൽ ഇട്ടു. മരിച്ച 47 പേരും ഉയർത്തെഴുന്നേറ്റ് വന്നു. എല്ലാവരോടും കൂടെ മഹാദേവൻ ഒരു കാര്യം പറഞ്ഞു. എല്ലാരും ഒന്നിച്ച് താമസിച്ച് നെയ്ത്ത് തൊഴിലായി സ്വീകരിച്ചോളൂ എന്ന്. കൂടാതെ തന്റെ മകൻ ഗണപതിയെ താമസ സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി പൂജിക്കുകയും ചെയ്തോളൂ എന്നും. എല്ലാ വർഷവും ഞാനും പാർവതിയും നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞ് പരമശിവൻ അപ്രത്യക്ഷനായി. മഹാദേവൻ പറഞ്ഞ പോലെ അവർ നെയ്ത്ത് തൊഴിലായി സ്വീകരിച്ച് കൂട്ടായി ഒരിടത്ത് താമസിച്ചു. ഇപ്പോഴും വർഷത്തിലൊരിക്കൽ, അതായത് വിഷു ദിവസം, മഹാദേവനും പാർവതി ദേവിയും പ്രജകളെ കാണാൻ എത്തും എന്നാണ് പത്മശാലിയ വിഭാഗത്തിന്റെ വിശ്വാസം. ആ ഒരു സങ്കല്പത്തിലാണ് ഇന്നും വിഷു ദിവസം ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നത്. ശാലിയ തെരുവുകൾക്ക് അന്ന് ഉത്സവ ദിവസമാണ്. ഇങ്ങനെ എല്ലാ ചടങ്ങുകൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളും ഉണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹരേ ശിവ ഹരേ ശിവ ഹരേ